മുഞ്ഞാതെ നോട്ടീസിൽ കാണുന്നു, ഇന്ന് പയ്യപ്പം കാണുന്നു. ഓർക്കെല്ലാം എപ്പോഴും പരിപാടിയും കാര്യങ്ങളെല്ലാം നമുക്ക് ആ സൗണ്ട് ഒന്ന് ചന്തായെങ്കിൽ വലിയ റാഹത്ത്, പൈസ നല്ലോണം കിട്ടണമെന്നൊന്നുമില്ല. അതൊരു 15 കിട്ടിയാൽ മതിയാണ്. എന്തായി ആളെ ക്ലിപ്പ് വരുവാ, ക്ലിപ്പ് വരുവല്ലേ? ഞാൻ തമാശ പറഞ്ഞേ, നിങ്ങൾ അതിനെ കാര്യാക്കണ്ട. ഏതായാലും നല്ല ജാഗയെന്ന് സക്കരിയ നബിക്ക് മനസ്സിലായപ്പോ, മറിയം ബീബി റളിയല്ലാഹു അൻഹ നല്ലവളാണ് എന്ന് തിരിഞ്ഞപ്പോ, കറാമത്തുള്ള പെണ്ണാണ്, അള്ളാന്റെ വലിയത്താണെന്ന് ബോധ്യപ്പെട്ടപ്പോ സക്കരിയ നബി ചെയ്ത പണി എന്തറിഞ്ഞ, ആ സ്ഥലത്ത് വെച്ചിട്ട് അള്ളാഹുടെ ദുആരുന്നു, പടച്ച റബ്ബേ ഹുനാലിക ദആ സക്കരിയ റബ്ബഹു. അവിടെ വെച്ച്, പരിശുദ്ധമായ സ്ഥലത്ത് വെച്ച് അള്ളാന്റെ റഹ്മത്താകുന്ന, ബർക്കത്താകുന്ന, കറാമത്താകുന്ന സംഗതി പെയ്തിറങ്ങിയ ആ സ്ഥലത്ത് വെച്ച്, അള്ളാന്റെ വലിയത്തുള്ള മറിയം ബീബി ഉള്ള സ്ഥലത്ത് വെച്ച് സക്കരിയ നബി തന്റെ മനസ്സിന്റെ ആഗ്രഹം അല്ലാഹുവോട് പറഞ്ഞു, തന്റെ മനസ്സിന്റെ വേദന അല്ലാഹുവോട് പറഞ്ഞു. പടച്ചോനെ, ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ ഇന്നക സമീഉദ് ദുആ. നീ നല്ലൊരു കിടാവിനെടുക്കതാ അല്ലാഹ്, ഇതേപോലത്തെ ഒരു പ്ലേറ്റ് ഫ്രൂട്ട്സ് എന്നല്ല, എന്നെ ഇങ്ങനെ ആക്കിറന്നല്ല, ഇതിനേക്കാളും വലിയ ആളാണ് സക്കരിയ നബി. വേറൊന്നും കേട്ടിട്ടില്ല. എനക്കൊരു കുഞ്ഞിക്കാലിതാ അല്ലാഹ്, ഒരു കിടാവിനെ താ അല്ലാഹ്, ഒരു പൈതലിനെ താ അല്ലാഹ്. കാരണം അതാണ് ഏറ്റവും വലിയ സമ്പത്ത്, അതാണ് ഏറ്റവും വലിയ നിയമത്ത്. അങ്ങനെ ഇരിക്കെ ആ നല്ല സ്ഥലത്ത് വെച്ച്, അള്ളാന്റെ വലിയ തിരിക്കുന്ന സ്ഥലത്ത് വെച്ച്, അള്ളാവിന്റെ ഔലിയാക്കന്മാരെ കറാമത്ത് നടക്കുന്ന സ്ഥലത്ത് വെച്ച് ദുആരന്നപ്പോ പടച്ച റബ്ബ് ഉത്തരം ചെയ്തു. ഫനാദതുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബി അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യാ. സക്കരിയ നബിയെ ബേജാറാവണ്ട, വിഷമിക്കണ്ട. ആഗ്രഹം പോലെ, ആശ പോലെ, നിങ്ങളെ മനസ്സിന്റെ വലിയ കൊതി പോലെ നിങ്ങൾക്ക് ഞാനൊരു കിടാവിനെ തരാ, യഹ്യാ എന്നാണ് കുഞ്ഞിനെ തരാ. പടച്ച റബ്ബ് ആണ് കിടാവിനെ കൊടുത്തു. ഞാനിത് പറഞ്ഞതിനറിഞ്ഞ നല്ലവർ പോലും അല്ലാഹുവോട് പ്രാർത്ഥിച്ച് ചോദിച്ചത് മക്കളെ താ അല്ലാഹ്. ഞങ്ങളോടും അല്ല പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ ദുആരക്കണോ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മുഅ്മിനീങ്ങൾ എപ്പോഴും ദുആരക്കേണ്ട ദുആ, മുഅ്മിനീങ്ങളുടെ അടയാളമായി, മുഅ്മിനീങ്ങളെ സിംബളായി പടച്ച റബ്ബ് പറഞ്ഞ ദുആ എപ്പോഴും ദുആരക്കണോ. ഏതാണ് ആ ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് തരണമല്ലാ, മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്യുൻ, മക്കളെ തരണമല്ലാ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണമല്ലാ. ആണാവട്ട് പെണ്ണാവട്ട് കിടാക്കളെ തരണമല്ലാ. തന്നാ പോരാ, വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, ലിൽമുത്തഖീന ഇമാമാ. പടച്ചോനെ ഞങ്ങളെ നീ നല്ലവർക്ക് ഇമാമാക്കണേ അല്ലാ. നാട്ടുകാർക്ക് ഇമാമാക്കണല്ല എന്നല്ല, നാട്ടുകാർക്ക് ആരും ഇമാമാവും, അതിന് വലിയ ഇതൊന്നും പോണൊന്നുമില്ല. നല്ലവർക്ക് ഇമാമാക്കണോ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണോ. അതിന്റെ അർത്ഥം ആ മുത്തഖീങ്ങളെക്കാളും വലിയ മുത്തഖി തന്നെ ആക്കണോ. നല്ലോർക്ക് നേതൃത്വം നൽകുന്ന ആൾ അവരെക്കാട്ടും നല്ല ആളാണ്ട്. കാട്ടുപോത്തിനെ കൊണ്ടിട്ട് നല്ലോർക്ക് ഇമാമാക്കുന്നതാണ്, ദീനും ദുനിയാവില്ലാത്തവനെ ഇമാമാക്കുന്നതാണ്. അപ്പൊ നല്ലവർക്ക് നീ ഞങ്ങളെ റോൾ മോഡലാക്കണമല്ല, അവർക്ക് നീ ഞങ്ങളെ മാതൃകയാക്കണമല്ല. പടച്ച തമ്പുരാൻ ഈ ഉമ്മത്തിനോട് ദുആരക്കാൻ പറഞ്ഞ ദുആ മക്കളെ തരണേ അല്ല. മക്കളെന്നത് വലിയ നിയമത്താ, അത് കിട്ടാത്തവർക്കറിയാം അതിന്റെ വിഷമം. നമുക്ക് 4-5 മക്കളെല്ലാം ഉള്ളത് കൊണ്ട് അതിന്റെ ബേജാററിഞ്ഞിട്ട് മക്കള് വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്നറിയോ, നിങ്ങൾ എല്ലാവരും മംഗലാക്കണോ, മംഗലം കഴിച്ചോളണം, മംഗലം കഴിച്ചിട്ട് ഊട്ടിക്ക് ടൂർ പോകണം എന്നല്ല പറഞ്ഞേ. നിങ്ങൾ ഊട്ടിക്ക് പോയിട്ട് ടൂർ പോകണമെന്നോ മൈസൂർ പാർക്കിൽ പോയിട്ട് ജാറോണെന്നല്ല പറഞ്ഞേ. നിങ്ങൾ മംഗലം കഴിക്കണം. യാ മാഇശറ ശബാബ്, യുവാക്കളെ വിളിച്ചു. എനിക്ക് ഈ പ്രസംഗിക്കുമ്പോൾ കുറച്ച് വിശ്വാസിയാറ്
നിങ്ങൾ മെല്ലെ മുണ്ടി കണക്കത് വെച്ചു മുണ്ടി പല എന്താണെന്നറിയാലോ, ഒരു ചെറിയൊരു വിശ്വാസം പിടി പോട്ട് സാറില്ല. അള്ളാഹു എല്ലാം സലാമത്താക്കാം. പിന്നെ ഈ കിടാക്കളിലെല്ലാം സമാധാനത്തിൽ ചെല്ലണോ, പോയിട്ട് ഇരുന്നോളി, റാഹത്തിൽ ഇരുന്നോളി, നല്ല ചോറാക്കിയിട്ട് ചൂടാക്കിയിട്ടൊന്നും ആരിലും ചെല്ലാൻ നിൽക്കണ്ട. എപ്പോഴും ആരിലും ചൂടാവാൻ കഴിയുക, പ്രത്യേകിച്ച് മക്കളെ. നമുക്ക് വന്ന മിസ്റ്റേക്ക് എന്നത് ഞമ്മ നരകം കാട്ടിട്ട് കിടാനെ പേടിപ്പിച്ചിട്ട്. നരകം കാട്ടിട്ട് പേടിപ്പിക്കേണ്ടതല്ല, സ്വർഗം കാട്ടിട്ട് കൊതിപ്പിക്കണം. സ്വർഗം കാട്ടിട്ട് കൊതിപ്പിക്കണം. ഞമ്മ ബടിയെടുത്തിട്ട് കിടാനില്ല കേറാവുള്ളൊക്കെ ചെല്ലും. ബടിയെടുത്തിട്ട് കയറാൻ ചെല്ലേണ്ടതല്ല, മിഠായി ഷവർമ കാട്ടിട്ട് കയറാവുള്ള കയറാം. അപ്പൊ ഏത് കിടവും കയറും. നിങ്ങൾ ബടി കാട്ടിട്ട് പേടിപ്പിക്കുന്ന കാലെല്ലാം പോയി. അത് പണ്ട് അന്നല്ല നല്ല ഗുണവും മണമെല്ലാം ഉണ്ടായിന്. പണ്ട് ഇബ്രാഹിം എന്ന കിടാവ് ഇബ്രാഹിം എന്ന ബാപ്പ ഇസ്മായിൽ എന്ന കിടാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്നെ അറുക്കോണം, നിനക്ക് കിനാവണ്ട, നീ എന്ത് പറയുന്നു? 4000 ആണ്ട് പിന്നെ എത്ര നല്ല ബാപ്പ, എത്ര നല്ല മോമോ. കിടാനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞായിരബാ ഇസ്മാലേ, നിന്റെ ബാപ്പ നിന്നെ അറുക്കണമെന്ന് ഞാൻ ഇന്നലെ കിനാ കണ്ണ്, എന്ത് നിന്റെ അഭിപ്രായം? കിടായി അടുത്ത വായിക്ക് പറഞ്ഞു, അതിന് എന്റെ അഭിപ്രായം നില കേൾക്കുന്ന വാപ്പ, നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ എങ്ങനെ അല്ല ചെല്ലാം അതുപോലെ ആയിക്കോളി, അറുക്കുന്നയാ മുറുക്കുന്നയാ ഫ്രൈ ആക്കുന്നയാ എന്താണോ അതിന് ഞാൻ റെഡി എന്ന് അന്നത്തെ കിടായി ഇസ്മായിൽ പറഞ്ഞു. നോക്കാം, ഇന്നത്തെ ഇബ്രാഹിം ആകുന്ന ബാപ്പ പോയിട്ട് ഇസ്മായിൽ ആകുന്ന കിടാൻ്റെ ചെല്ലട്ടില്ല. ഇദ്രാ നിന്നെ അറുക്കണമെന്ന് ഞാൻ കിനാ കണ്ണറാ ഒക്ക. അപ്പ ഇസ്മായിൽ ചെല്ലോ, നിങ്ങൾ വെടി വെച്ചിട്ട് കൊല്ലണം, ഞാനും കിനാ കണ്ടു അല്ലല്ലേ, ഉറപ്പയ്യല്ലോ, നിങ്ങളെ ഊർട്ടിയിട്ട് കൊല്ലണം, ഞാനും കിനാ കണ്ടു. സമാൻ ഖറാബ്, സമാൻ ബദൽ ഗയ. അപ്പൊ എന്താ, എല്ലാരും അടുപ്പിച്ചിട്ട് കൈനത്ര മനുഷ്യന്മാരെ കൂടെ ചേർത്തിട്ട് ആരെയും ദൂരാക്കാൻ നിൽക്കണ്ട, ആരെയും ഒറ്റപ്പെടുത്താൻ നിൽക്കണ്ട, ആരെയും റിമൂവ് ആക്കാൻ നിൽക്കണ്ട, ആരിലും ലെഫ്റ്റ് ആയിട്ട് പോകാൻ ചെല്ലണ്ട, ആരിലും ചൂടാവാൻ നിൽക്കണ്ട, എല്ലാരെയും അടുപ്പിച്ചിട്ട് കൈനത്ര നന്നാക്ക. അതാണ് ഖൈറ്. അള്ളാഹു ഞങ്ങൾക്ക് ആ തൗഫീഖ് നൽകട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു ഞങ്ങൾക്ക് ആ തൗഫീഖ് നൽകട്ടെ. മക്കൾ എന്നത് വലിയ സമ്പത്താണ്. അവരെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം ദ്വാരക്കണം. അങ്ങനെ കിട്ടിയ മക്കള് നിങ്ങൾ നോക്കൂ, മക്കള് കിട്ടിയെന്ന് പറഞ്ഞിട്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഗുണനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ മക്കളായിരിക്കും ഞങ്ങളെ എല്ലാ നാശത്തിന്റെയും തുടക്കം, ഞങ്ങളെ ഒടുക്കത്തിന്റെ തുടക്കം, ഞങ്ങളെ എല്ലാ നാശത്തിന്റെയും തുടക്കം ആ കരലിന്റെ കഷ്ണങ്ങളാകുന്ന മക്കളായിരിക്കും. അതുകൊണ്ട് ആ മക്കളെ നല്ല നിലക്ക് പോറ്റി വളർത്തണം. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെ, നിങ്ങൾ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ധാരാളം മക്കളെ ഉണ്ടാക്കണം. കല്യാണം കഴിക്കണം, ധാരാളം മക്കളും നിങ്ങൾക്ക് വേണം. പിന്നെ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞല്ല, എന്തിനറിയോ, നിങ്ങൾ കുറെ കിടാക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണോന്ന് പറഞ്ഞ് ഇവിടെ മറ്റുള്ള പാർട്ടിക്ക് വോട്ടിടാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങളെ ജനസംഖ്യ കൂടിയിട്ട് മറ്റുള്ളവരെ പേടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടല്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ധാരാളം മക്കളുണ്ടായിക്കോട്ടെ. എന്തിനറിയുമോ, നാളെ പരലോകത്ത് എന്റെ ഉമ്മത്തിന്റെ ആധിക്യം കണ്ട്, വർധനവ് കണ്ട്, ജനബാഹുല്യം കണ്ട് ഞാനവിടെ സന്തോഷിക്കും കേട്ടോ. മറ്റുള്ള നബിമാരുടെ മുമ്പിൽ ഞാൻ തല ഉയർത്തി നിൽക്കും കേട്ടോ. അവരുടെ ഉമ്മത്ത് കുറഞ്ഞവരാണ്, അവരുടെ ജനങ്ങൾ കുറഞ്ഞവരാണ്. എന്റെ സമുദായം ധാരാളമുണ്ട്, എന്റെ ഉമ്മത്ത് ഇഷ്ടം പോലെയുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ മേനി പറയാൻ, നിങ്ങൾ ധാരാളം മക്കളെ ഉണ്ടാക്കിക്കോ. നല്ല മക്കളാണ് ലഭിച്ചതെങ്കിൽ, സ്വാലിഹീങ്ങളായ മക്കളാണ് കിട്ടിയതെങ്കിൽ, അനുസരണയും മതവും ഗുരുത്വവും പൊരുത്തവുമുള്ള മക്കളാണ് ലഭിച്ചതെങ്കിൽ പേടിക്കണ്ട. നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും അവർ സന്തോഷമാണ്, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും അവർ നിനക്ക് റാഹത്താണ്. നല്ല മക്കള് നല്ല കിടാണ് നിന്റെതെങ്കില്. നല്ല കിട എങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ പറയാം. നല്ല കിട ഉണ്ടാണെങ്കിൽ ഒന്നാമത്തെ പണി എന്താ പറഞ്ഞാ, കിടാവിനെ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട്, അത് നേരാണോ മുന്നേ കണ്ട തോട്ടിനടിയിലും പാലത്തിന്റെ അടിയിലും കണ്ടിട്ട് ലവ്വായിൻ എന്ന് പറഞ്ഞിട്ട് നീ കെട്ടാൻ നിന്നെങ്കിൽ ബയ്യുണ്ടാകുന്ന കുട്ടിയോളും എന്തോ വേറൊരു തോട്ടിനോടെ പോയിട്ടുള്ള വാക്കുന്നത് തിരിഞ്ഞെങ്കിൽ. കാരണം നമ്മള് എപ്പോഴും അങ്ങനെ, നമ്മൾ വിത്ത് വിതക്കുന്ന സ്ഥലം അത് നല്ല സ്ഥലമാണെങ്കിൽ, നല്ല പാടപറമ്പാണെങ്കിൽ, നല്ല കണ്ടവും വയലും ആണെങ്കിൽ അവിടെ നല്ല വിളവുണ്ടാവും, അവിടെ നല്ല ചേലിൽ നമുക്ക് കൃഷി ഉണ്ടാക്കാൻ കഴിയും. ആ ഉണ്ടാക്കിയതിന് നല്ല ഗുണവും മണവും ഉണ്ടാവും. അതേസമയത്ത് ഗുണവും മണവും ഇല്ലാത്ത മണ്ണാണെങ്കിൽ ആടെ വിത്തിട്ടാ മുളക്കാല. ഇനി മുളച്ചാൽ തന്നെ ചിലപ്പോ നേരെ മാങ്ങണ്ടാവേല, മാങ്ങണ്ടായാൽ തന്നെ തിന്നാൻ കഴിഞ്ഞോളൊന്നുമില്ല, ഭയങ്കര പുളിയായിട്ടുണ്ടാവോ.
ചില മാങ്ങല് നല്ലോണം പുതുവായിട്ടും ഉണ്ടാവും. ചിലപ്പോ മാങ്ങന്റെ മരം ഇങ്ങനെ ഒടിഞ്ഞിട്ടും പോവും. ചിലപ്പോ 12 കൊല്ലം മാങ്ങ തരുന്ന മരം 6 കൊല്ലത്തിലെ ഡിമ്മാവും. എന്റെ മണ്ണ് ശരിയില്ല. ഇതുപോലെ തന്നെയാണ് ഞങ്ങളെ മക്കള്. വിത്തിട്ടതായ മരുഭൂമിയാണ് ഞങ്ങളെ പെണ്ണ്, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ ഭാര്യ, മക്കളെ ഉമ്മയായി, മക്കളെ ജനിപ്പിക്കുന്ന ഉമ്മമാരായി, മക്കളെ പ്രസവിക്കുന്ന ഉമ്മമാരായി ഞങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണില്ലേ, അവർ നല്ലവരാകണോ, അവർ സ്വാലിഹത്തുകളാകണോ, അവർ മതബോധമുള്ളവരും നാണവും ചങ്കിയും ലജ്ജയും ഉള്ളവരുമാകണോ. ആ നിലക്ക് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ, അനുസരണയും മതവും ബഹുമാനവും ഗുരുത്വമുള്ള പെണ്ണാണെങ്കിൽ, ഓത്തും വൈത്തും നിസ്കാരവും നിലപാടുമുള്ള പെണ്ണാണെങ്കിൽ, അതിലൂടെ അല്ലാഹു നിനക്ക് തരുന്ന മക്കളും നല്ലവരായിരിക്കും, സംശയമില്ല. ഖാല റസൂലുള്ളാഹ്. മക്കളുണ്ടാവണം. മക്കളുണ്ടാവാൻ മംഗലം കഴിക്കണം. മംഗലം കഴിക്കൽ സുന്നത്താണ്. ബ്രഹ്മചര്യ ഇസ്ലാമികമല്ല, വിഭാര്യത്വം ഇസ്ലാമികമല്ല. ഏതൊരാളും കല്യാണം കഴിക്കണോ. ആപതുണ്ടെന്ന് കണ്ടാൽ ശാരീരികമായും സാമ്പത്തികമായും മറ്റെല്ലാ നിലക്കും ഒരു പെണ്ണിനെ പോറ്റി വളർത്താനും അവളെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാനും നിനക്ക് ഉറപ്പുണ്ട്, ധൈര്യമുണ്ട്, കണ്ടീഷനുണ്ട് എന്നാണെങ്കിൽ കല്യാണം കഴിച്ചോ. കല്യാണം കഴിക്കാതെ നിൽക്കല്ലേ. ബാല്യക്കാരെ, ഹബീബായ നബി തങ്ങൾ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. നല്ല പെണ്ണിനെ കെട്ടണം. നല്ല പെണ്ണിനെ കെട്ടിയെങ്കിലേ നല്ല മക്കള്. പിന്നെ കിടാക്കുണ്ടാണെങ്കിലും നല്ല മക്കളാട്ട് അല്ലാത്തവരും അങ്ങ് കിടാക്കാവണമെങ്കിൽ പെണ്ണിട്ടണ്ടേ. പെണ്ണിട്ടാണ്ട് കിടാക്കാവോ? നിങ്ങന്തി മീറ്റൊക്കെ നോക്കുന്നു കൂടങ്ങണാന്നല്ലേ. ഒരു റമദാനില് തറാവി എല്ലാം കഴിഞ്ഞ് വിത്തറെല്ലാം കഴിഞ്ഞ് വിത്തിരിയെല്ലാം പാടിയിട്ട് എല്ലാരും പോയിന്. നിങ്ങ എന്നെ നോക്കി ടൈമായി, തങ്ങ വരാനായി. തങ്ങ വന്ന അപ്പം നിർത്തും. അഹ്ലു ബൈത്ത് കേറിയ പിന്നെ 1 മിനിറ്റ് ഇനി കൺവീനർ അല്ല ചെയർമാന് പറഞ്ഞു ഞാൻ മുന്നേക്ക് പോകാൻ. മഹാന്മാർ ഇരിക്കുമ്പോ പിന്നെ ഞമ്മയാറ ശരിയല്ല, അവരിരുത്തുന്നത് ശരിയല്ല. അവർ മഹാന്മാരാണ്. റസൂലുള്ളാഹി തങ്ങളെ ചോര ശരീരത്തിൽ ഓടുന്നവരാണ്. അവർ മഹാന്മാരാണ്, വലിയവരാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ആ പരിശുദ്ധമായ പരമ്പരയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ അല്ലാഹു ഹിദായത്തിലാക്കട്ടെ. ഞങ്ങളെ ഈമാൻ അല്ലാഹു സലാമത്താക്കട്ടെ. ഈ റമളാനില് കുറച്ച് മുന്നേ, ഇപ്പല്ല കുറച്ച് മുന്നേ റമളാനില് തറാവി കഴിഞ്ഞ് വിത്ർ കഴിഞ്ഞ് വിത്തിരിയ പാടലുണ്ട് നമ്മളെ പള്ളിയിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോയിന്. എപ്പോഴും ഉണ്ട് എല്ലാവരും പോയെങ്കിലും ഒരാൾ മാത്രം ഡോറിന്റെ അടുത്ത് എപ്പോഴും ദുആ ഇറക്കുന്നത്. ഭയങ്കര ദുആ, അത് ഭയങ്കര ഖേദത്തിൽ എപ്പോഴും ഒരേ ജാഗ്രത വരക്കുന്നത് കാണും. ഇയാൾ എപ്പോഴും വരക്കുന്നത് കാണുമ്പോൾ വരുന്ന ഞാൻ എന്തൊക്കെയാണ് ഞാൻ അതിൽ പോയിട്ട് കേട്ട് എന്ത് നല്ലോണം വിഷമവും ബേജാറെല്ലാം ഇപ്പോൾ കാണുന്നു. എപ്പോഴും വരക്കുന്ന ഒറ്റയ്ക്ക് എല്ലാവരും പോയിട്ടു കിടാക്കുന്നില്ല. അങ്ങനെ എപ്പോഴും ഇയാൾ പഠിച്ചവനെ ഒരു കിടാനതാള്ള ഒരു കിടാനതാള്ള ഒരു കിടാനതാള്ള. അപ്പം ഞാൻ കേട്ട് മങ്ങലായിട്ട് കുറേ ആണ്ടായ. അപ്പം അളിച്ചെല്ലാം എന്താ പറഞ്ഞാൽ പെണ്ണെ കെട്ടിയിട്ടില്ല. ഈ പെണ്ണ് കെട്ടാണ്ട് കിടവാവൻ എന്ത് ബ്ലൂടൂത്തിൽ സെൻഡാക്കുന്നേ. ആദ്യം നല്ല പെണ്ണിനെ കിട്ടു. ബിസ്മിയും കൂട്ടിയിട്ട് നല്ല മര്യാദയ്ക്ക് പെണ്ണിനെ കൊണ്ട പടക്കം പൊട്ടിക്കാതെ വെടി പൊട്ടിക്കാതെ കണ്ട ചങ്ങായിമാരെല്ലാം പണിയറയിൽ കയറ്റിട്ട് പുള്ളിപ്പിക്കാതെ നല്ലൊരു പെണ്ണിനെ മര്യാദയ്ക്ക് കിട്ടിയിട്ട് കൊണ്ട. എന്നിട്ട് പഠിച്ചവനോട് ദുആരക്ക് പിന്നെ കുറച്ച് വേറെന്തല്ലോ പണിയെല്ലാം ഉണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ചറബ് കിടാതെ സംശയമില്ല. നല്ല മക്കളെല്ലാം തരും. പടച്ചറബിന് നമുക്ക് മക്കൾ തരാൻ വലിയ ഇഷ്ടാ. പടച്ചറബനെ പറഞ്ഞില്ലേ, ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആണുമക്കളെ കൊടുക്കും, ധാരാളം കൊടുക്കും. ഞാൻ വിചാരിക്കുന്നവർക്ക് പെണ്ണുമക്കളെയും കൊടുക്കും. ഞാൻ വിചാരിക്കുന്നവർക്ക് ഒരാളെയും കൊടുക്കാതെയും ഇരിക്കും. അത് എന്റെ ഇഷ്ടമാണ്, അതെന്റെ വിചാരമാണ്. മേലായ റബ്ബ് നമുക്ക് ധാരാളം മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അവ ധാരാളം മക്കളെ കിട്ടണമെങ്കിൽ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ ആ മക്കളെ പ്രസവിക്കുന്ന ഉമ്മമാരാദ്യം നല്ലവരായ നിലക്ക് തിരഞ്ഞെടുക്കണം. നല്ല പെണ്ണിനെ കെട്ടണോ, മതബോധമുള്ള പെണ്ണിനെ കെട്ടണോ. തൊലിവെളുപ്പുള്ള പെണ്ണ് നോക്കിയിട്ട് കെട്ടണമെന്നില്ല. തൊലിവെളുപ്പ് എല്ലാവർക്കും ഉണ്ട്. സൗന്ദര്യം നോക്കിയിട്ട് കെട്ടണ്ട. ചന്തം നോക്കിയിട്ട് കെട്ടാൻ നിൽക്കണ്ട. ചന്തത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. ചന്തം നോക്കണോ, ചന്തം മാത്രം നോക്കണ്ട. ചന്തം മാത്രം നോക്കണ്ട. ചന്തം നോക്കണോ, കുടുംബം നോക്കണോ, തറവാട് നോക്കണോ, സമ്പത്ത് നോക്കണോ, ബാക്ക്ഗ്രൗണ്ട് നോക്കണോ, എല്ലാം നോക്കണോ. വള്ളി സമ്പത്ത് മാത്രം നോക്കണ്ട. അവളെ ബാപ്പാന്റെ തെങ്ങിന്റെ വലിയ കുറെ തേങ്ങ നിറഞ്ഞിട്ട് ഇനി പിന്നെ എല്ലാം എന്റെ ഇരിക്കും നെക്സ്റ്റ് ഇണക്ക് നിറഞ്ഞിട്ട് കെട്ടാൻ നിൽക്കണ്ട.
ചിലപ്പോ കെട്ടിയ പിറ്റേന്ന് തെങ്ങ് മറിയാനും മതി. അങ്ങനെ കെട്ടുന്ന ഏർപ്പാട് പണ്ട് മുതലേ ഉണ്ട്. സ്വത്ത് നോക്കിയിട്ട് ചന്തം നോക്കിയിട്ട് എല്ലാം കെട്ടുന്ന ഏർപ്പാട് പണ്ടേ ഉണ്ട്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നാല് കാര്യങ്ങൾ മാനദണ്ഡമാക്കി പെണ്ണ് കെട്ടുന്ന സമ്പ്രദായം നാട്ടുറോഡ് പണ്ട് മുതലേ ഉണ്ട്. ഏതാണ് ആ സംഗതി? 4. ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ. സ്വത്ത് നോക്കിയിട്ട്, ചന്തം നോക്കിയിട്ട്, തറവാടിത്തം നോക്കിയിട്ട്, ദീന് നോക്കിയിട്ട്, സംസ്കാരം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ ഞങ്ങളോട് പറയുകയാ ഇതെല്ലാം ഉണ്ടെങ്കിലോ നിങ്ങൾ നല്ല ദീനുള്ളവരെ നോക്കിയിട്ട് കെട്ടിക്കോളും, സംസ്കാരമുള്ളവരെ നോക്കിയിട്ട് കെട്ടിക്കോളും. നാണവും മാനവും ചങ്കിയും ലജ്ജയും എല്ലാമുള്ള പെണ്ണിനെ നോക്കിയിട്ട് കെട്ടിക്കോളും. എന്നാ പിന്നെ പേടിക്കണ്ട, നിങ്ങൾക്കും അത് റാഹത്താണ്, സന്തോഷമാണ്. അതിലൂടെ വരുന്ന മക്കളും നല്ലവരാണ്. ഒന്നാമത് മക്കൾ നന്നാവാൻ കെട്ടിയ പെണ്ണ് നല്ലവളാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ അതാ ഇനി കിടാവായി കഴിഞ്ഞാൽ പിന്നെ കിടാവിന് നല്ല പേരിടണോ, നല്ല അദബമര്യാദ പഠിപ്പിക്കണോ, നല്ല പേരിടണോ. പേര് മാത്രമല്ല, ഓമന പേരും നല്ലതാണോ. നമ്മ കൊഞ്ചിച്ചിട്ട് വിളിക്കുന്നില്ലേ, ഇല്ലേ, ബംഗാറ്, മുത്തു, മാണിക്യം എന്നെല്ലാം, അതും നല്ല തന്നെയാണോ? അല്ലാണ്ട് കാട്ടുപോത്ത പെരിച്ചായില വാന്നെല്ലാം വിളിക്കാൻ കയ്യ കിടാന്. ചില വാപ്പമാർ കൊഞ്ചിച്ചിട്ട് വിളിക്കുന്നത് ഏ പെരിപ്പാമ്പൂല വാറ, ഏ കുതിരന്റെ മാലയില വാറ. ഓമന പേരും നല്ല തന്നെയാണോ? ഒറിജിനൽ പേര് എങ്ങനെയെന്നല്ലാണോ? ബില്ലവല നല്ലാണോ? നല്ല പേര് നോക്കിയിട്ട്, അർത്ഥമുള്ള പേര് നോക്കിയിട്ട് എന്റെ ഒട്ടാരെ ഗൂഗിളിൽ കാണുന്നു പറഞ്ഞിട്ട് കണ്ട ബുക്കിലെല്ലാം ഉണ്ട് നടത്തിട്ട് പേരൊക്കെ കണ്ട. ഇപ്പൊ മുഞ്ഞാൻ തന്നെ മദ്രസക്ക് കിടാനെ ചേർക്കണമെന്നല്ലോ ഒരാൾ പെണ്ണ് കിടാവും. പേരെന്ത്? ആയിഷത്ത് കിറാദ. ആയിഷത്തു കിറാദ. കിറാദ എങ്ങനെ കേൾക്കുമ്പോ നല്ലില്ലേ? 3 വട്ടം റളിയല്ലാഹു അൻഹു ചൊല്ലണം. ആന്നില്ലേ? നിങ്ങാന്നില്ലേ? നിങ്ങാന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഇല്ല എന്നർത്ഥം. നിങ്ങാന്നില്ലേ? കിറാദ. കിറാദ അല്ലെങ്കിൽ എന്താ പറഞ്ഞ? പെണ്ണ് കൊരങ്ങ്. പെണ്ണ് കൊരങ്ങ്. എങ്ങനെയുണ്ട് പേര്? അപ്പൊ ഉസ്താദ് ചൊല്ലിയാലോ കിറ തന്നെയാ, വേറെന്തോ അല്ലല്ലോ. അപ്പുറപ്പുറം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്ത് ഉസ്താദ്? ആധാർ കാർഡ് നോക്കി ഉസ്താദ്. ഇയാള് ഇത് ഗൂഗിൾ നോക്കിയിട്ട് സെർച്ച് ആക്കിനെ ഫാത്തുമ്മ ചൊല്ലി ഇയാൾ ഇട്ടന്നെ വലിച്ചിട്ട് കിറദ. പണ്ട് ബാസൂറാന്ന് ഇട്ടാലോ ഏതൊരു കിടാന് ബാസൂറാൻ. ഖദീജത്ത് ബാസൂറാൻ. ഖദീജ റസൂലുള്ളാഹിന്റെ ഭാര്യന്റെ പേര് ബാസൂറ. അത് ഞങ്ങൾ ഗൂഗിൾ സെർച്ച് ആക്കിയ പേര്. എന്താ അർത്ഥം? മൂലക്കുരു. കേൾക്കുന്ന നല്ല ശരിയില്ലേ? നിങ്ങൾ ശരിക്കണ്ട, പോയിട്ട് വേണം അർത്ഥം നോക്കി. മൂലക്കുരു അല്ല, വേറെന്തൊന്നായിരിക്കും അർത്ഥം. കാരണം ഇപ്പൊ എല്ലാം അങ്ങനെ. ഇപ്പൊ അർത്ഥം, പണ്ടെല്ലാം അർത്ഥം നോക്കാൻ ഉസ്താദ്മാരത്തേക്ക് പറഞ്ഞ ഉസ്താദ്മാർക്ക് കിതാബ് ചൊല്ലി കൊടുക്കുന്നതിനെക്കാട്ടും വലിയ റിസ്ക്കാണ് ഈ പേരിന്റെ അർത്ഥം നോക്കുന്നത്. ഏതോ ഒരു ഉസ്താദ് പേരിന്റെ അർത്ഥമുള്ള ഡിക്ഷണറി കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്നെ ഗൾഫിൽ പോയിനാലോ ഉള്ള ഡിക്ഷണറി തീർന്നു, നാട്ടുകാർക്ക് മതിയാകുന്നില്ല. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് പണിയേ ഇല്ല. അത് ഗൂഗിൾ നോക്കിയിട്ടായി, സെർച്ച് ആക്കിയിട്ടായി, ഇട്ടിട്ടായി. ഖൈറുല്ലസ്മായി അബ്ദുല്ലാഹ് വ അബ്ദുറഹ്മാൻ. ഏറ്റവും നല്ല പേരിടുക, കിടാവിന് നല്ല പേരിടുക. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അടുക്കല കുരുത്തം കെട്ട ഒരു കിടാവിനെയും കൂട്ടിയിട്ട്, പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു കിടാവിനെയും വിളിച്ചോണ്ട് വന്നിട്ട് ഉപ്പ പറഞ്ഞു, ഉമർ തങ്ങളെ ഇതെന്റെ മോനാണ്, ഇതെന്റെ കിടാവാണ്, അനുസരണയില്ല, ചെല്ലങ്ങ് കേൾക്കുന്നില്ല, ചെല്ലങ്ങ് ചെലുത്തില്ല, പറഞ്ഞ അനുസരിക്കുന്നില്ല, അതവും ഗുരുത്വമില്ല, തീരെ ശരിയില്ല, എന്തോ നെട്ടും ബോൾട്ടും ലൂസായ പോലെ. അതുകൊണ്ട് തങ്ങളെ എന്റെ കിടാനെ നിങ്ങൾ ഒന്ന് ചൊല്ലിക്കൊടുക്കണോ വേണ്ടിയ പോലെ. ഞാൻ പടിയെടുത്തിട്ടും പിന്നെ വലക്കെടുത്തിട്ടും എല്ലാം പേടിപ്പിച്ചിട്ടായി, വേണ്ടിയ പോലെ ചൊല്ലിക്കൊടുത്തിട്ടായി, എന്തു കേൾക്കുന്നില്ല, നാട്ടുന്നില്ല. തങ്ങളെ നിങ്ങൾ ഒന്ന് ചൊല്ലിക്കൊടുക്കണോന്ന് പറഞ്ഞപ്പോ ഉമർ ഖത്താബ് തങ്ങളെ കിടാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോന് നീ അങ്ങനെയാണോ? ഇയാള് പറഞ്ഞു, ബാപ്പ പറഞ്ഞ പോലെ തന്നെയാ. നീ എന്താ ദേശിന്റെ പോലെ കേൾക്കാതെ? നീ എന്തൊരു മെന്റൽ പേഷ്യന്റ് പോലെ ആക്കുന്നേ? നീ എന്ത് ഇങ്ങോട്ട് തുള്ളുന്നു? നീ എന്താ പെടക്കുന്നേ? ഉപ്പല്ലേ, ഉമ്മല്ലേ? ഇത് ചൊല്ലുമ്പോ കിടാവ് ഉമർ ഖത്താബ് തങ്ങളോട് കേട്ടെന്നറിഞ്ഞ
തങ്ങളെ എനക്കാണല്ലോ ഉണ്ട് എന്നത് നേറ്. ചിലതെല്ലാം ഞാൻ അറിഞ്ഞ് ഇത്രയാ തുടങ്ങി. എത്ര അൽഫാത്തിയെ വിളിച്ചിട്ട് കൈൻ്റെ മണം പോയിട്ടില്ല. ഇപ്പൊ എന്നെ ബക്കറ്റ് പോയി എന്താവും എനിക്ക് തങ്ങെല്ലാം പെർത്ത് ആ ടൈം ആകുമ്പോ ഞാൻ ചെല്ലാം. പോയാ പോയിട്ടായ പോണ്ട പോയിട്ട് ആയെങ്കിൽ പിന്നെ എനിക്ക് ചെല്ലും വേണ്ട. ഉറങ്ങി എനിച്ചിട്ട് കൂർക്കം വലിക്കുന്നതിന് ഇപ്പൊ പോണ്ട ഇൻഷാ അല്ലാഹ് ഞാൻ ചെല്ലാം. സമയമായിട്ട് ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്നവരുണ്ട്. മഹാന്മാർക്ക് വേണ്ടി നേർച്ച പിന്നെ നേർന്നവരുണ്ട്. അള്ളാഹു താല തന്നത് അള്ളാന്റെ വഴിയിൽ കൊടുക്കാൻ വേണ്ടി നല്ലോണം മനസ്സ് കാണിക്കുന്നവരുണ്ട്. പടച്ചതമ്പുരാൻ ആ നിലക്കുള്ള മുതലും സമ്പത്തും തന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു ഞങ്ങളെ പൈസ, ഞങ്ങളെ ശമ്പളം, ഞങ്ങളെ കൂലി അത് മരുന്നിന് ചെലവാക്കിയിട്ട് തീർക്കേണ്ട ഗതികേട് അള്ളാഹു വരുത്താതിരിക്കട്ടെ. അത് ആശുപത്രിന്റെ ബില്ല് കെട്ടിയിട്ട് തീർക്കേണ്ട അവസ്ഥ അള്ളാഹു വരുത്താതിരിക്കട്ടെ. അള്ളാന്റെ ദീനിനും അള്ളാഹ്ക്കും കുടുംബത്തിനും സ്വന്തത്തിനും ഉപകാരപ്പെടുന്ന ബർക്കത്തുള്ള സമ്പത്ത് തന്നിട്ട് അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൊടുത്തതിലും ബാക്കി വെച്ചതിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിന്റെ കൂലി അള്ളാഹു ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും അവരെ ഖബറിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങളടുക്കലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ലൊരു പൈസ അതിലേക്ക് ഇട്ട് കൊടുക്കണം. സമയമാകുമ്പോ വരുമോ നല്ലൊരു സംഭാവന, നല്ലൊരു സദഖ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞതിന് വേണ്ടിയിട്ട് കൊടുക്കണ്ട. അല്ല തന്നത് അള്ളാഹ്ക്ക് എന്ന നിയ്യത്തിൽ കൊടുത്തോ. ആ കൊടുക്കുന്നതിന് വലിയ കൂലിയുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, മാനകസത സ്വതക്കത്തും മിമ്മാൽ. നീ സ്വതക്ക കൊടുത്തെങ്കിൽ നിന്റെ സ്വത്ത് കുറയല, ഒരിക്കലും നിന്റെ ബാങ്ക് ബാലൻസ് മൈനസ് ആവല. അത് ഗതികേടായിട്ട് ഇല്ലാണ്ടായിട്ട് നിന്റെ കച്ചവടം പൊട്ടിയിട്ട് നഷ്ടത്തിലായിട്ട് പോവേണ്ട ഗതികേടല്ല വരുത്തല. നീ സ്വതക്ക കൊടുത്തോ. ഖാല റസൂലുള്ളാഹ്. നല്ലോണം കൊടുക്കണോ. കൊടുക്കുന്നെങ്കിൽ പള്ളിക്ക് കൊടുക്കണോ, മഹാന്മാരെ പേരിൽ കൊടുക്കണോ, പാവപ്പെട്ടവർക്ക് കൊടുക്കണോ, സാധുക്കൾക്ക് കൊടുക്കണോ, രോഗികൾക്ക് കൊടുക്കണോ, കണ്ണില്ലാത്തവന് കാളില്ലാത്തവന് നല്ലോണം കൊടുക്കണോ. എല്ലാവർക്കും കൊടുക്കുമ്പോ എല്ലാരെക്കാട്ടും ഇന്ന കൊടുക്കാൻ മുന്തിക്കേണ്ടത് കുടുംബക്കാരെയാണ്. കൊടുക്കുന്നതില് ബാക്കടിക്കണ്ട. കൊടുത്തത് കൊണ്ട് കുറയല. പരിശുദ്ധ ഖുർആനും അങ്ങനെ പറഞ്ഞു, കൊടുത്തതിന് അല്ലാഹു ഇരട്ടി ഇരട്ടിയായി തിരിച്ചു തരും. നീ ബട്ടക്കിട്ടെങ്കിൽ, നീ ബക്കറ്റിലിട്ടെങ്കിൽ, നീ നേർച്ച പെട്ടിയിലിട്ടെങ്കിൽ, ഇതുപോലെയുള്ള ദീനിന്റെ മജ്ലിസുകൾക്ക് ദാനം കൊടുത്തെങ്കിൽ അല്ലാഹു ഇരട്ടിയായി നിനക്ക് തരുമെന്ന് പടച്ച തമ്പുരാൻ. ഹബീബായ നബി തങ്ങളും അങ്ങനെ പറഞ്ഞു. സദഖ കൊടുത്തത് കാരണമായി നിന്റെ സ്വത്ത് കുറയില്ല. മാത്രല്ല മഹാന്മാർ പറഞ്ഞെന്തറിയോ, നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ലിസ്സദഖത്തി തഅ്സീറുൻ നജീബ് ഫീ ദഫ്ഇൽ ബലാഇ വദഫ്ഇൽ ഐനി വദഫ്ഇ ശർറിൽ ഹാസിദീൻ. ഇമാം ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കൊടുക്കുന്ന സ്വതക്ക കൊണ്ട്, കൊടുക്കുന്ന ദാനധർമ്മം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന് ഫീ ദഫ്ഇൽ ബലാ, ആപത്ത് വിപത്ത് മുസീബത്തുകളെ അല്ലാഹു തട്ടിക്കളയും. വരുന്ന ആപത്ത് വിപത്ത് മുസീബത്ത് ഉണ്ടല്ലോ, നമ്മ നാളെന്താവും പിന്നെന്താവും ആർക്കറിഞ്ഞ്. വാഹനത്തിൽ പോകുന്നവരാണ്, റോട്ടിൽ പോകുന്നവരാണ്, പലരും ഇങ്ങനത്തെ അഭിപ്രായം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അഭിപ്രായം കമന്റ് എല്ലാം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത കൊല്ലം വിളിച്ചില്ലെങ്കിലോ അതിൽ വലിയ ബേജാറൊന്നുമില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. കുറച്ചു നേരം സബറെടുക്കി, ബാക്കിയെല്ലാം ഇൻഷാ നമുക്ക് പിന്നാക്കാം, ചന്തത്തിലാക്ക, റാഹത്തിലാക്ക. ഒന്നിനും കടിപിടിയാക്കണ്ട. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒന്നിനും അമ്പരിപ്പാക്കണ്ട, ഹജ്ജുണ്ടാക്കണ്ട. സാവധാനം നല്ലതാണ്. കുൻ എന്ന ബട്ടണൊത്തിയിട്ട് ആകാശങ്ങളും ഭൂമികളും എല്ലാം പടക്കാൻ ശക്തിയുള്ള അല്ലാഹ് 6 ദിവസം കൊണ്ടാണ് ആകാശഭൂമിയെ പഠിച്ചിന്. എന്തേ? അള്ളാന്റെ ബെറ്റർ ലോ ആയതാ. ഓക്കെ, ഞങ്ങൾക്കല്ല സമാധാനം പഠിപ്പിച്ചു. അമ്പരിപ്പാക്കണ്ട, ഗഡിപിടിയാക്കണ്ട, കൈനത്ര സ്ലോ ആക്കിയെന്നല്ലേ. വണ്ണേല പോലീസുകാർക്കും കൂടി ആയത്തിന്റെ അർത്ഥം അറിയും. അതുകൊണ്ട് തന്നെ ഒരേ ചേച്ചിന് ഗോ സ്ലോ, മെല്ലെ പോയി, ജാഗ്രതയിൽ പോയി.
ഞങ്ങൾക്കെല്ലാം ഇരുന്നിടത്ത കന്നാണോ, കാലിനിട്ട് മുന്നാണോ? ചെറുക്കൻ മൊബൈലിന്റെ വീഡിയോ വെച്ചാൽ കുമ്പള ബജാറിൽ ആരും കൊണ്ടെങ്കിൽ നിങ്ങല്ലാവോ ഇനി ആര് ചെല്ലുന്നത് കേട്ടിട്ടുണ്ടല്ലേ? മസലൻ ഫോർ എക്സാമ്പിൾ ഉദാഹരണം തക്ക തീറാൻ ഉമ്മാന്റെ അലിക്കത്തും പെങ്ങളെ മാലയും കെട്ടിയോളെ അരിഞ്ഞാണോ എല്ലാം വിറ്റിട്ട് ഒരു 1,40,000 80,000 അല്ല 3 ലക്ഷം ചെലവിട്ടിട്ട് ഷട്ടർക്കെല്ലാം ഫൈൻറ്റെല്ലാം കൊടുത്തിട്ട് വലിയ മൊബൈലിൽ വീഡിയോ തുടങ്ങിയ എന്തെല്ലാം മൊബൈൽ അതിൻ്റെ ഉള്ളിൽ ടേബിളിൽ ആപ്പിള് പൈനാപ്പിൾ എല്ലാ മൊബൈലും നോക്കിയിട്ട് മൂന്നത്തെ ഷട്ടർ തുറന്നനെക്കാട്ടി സ്പീഡിൽ ഒരടക്കളോ വലിച്ചിട്ട് അപ്പൊ ചെല്ലാൻ പറഞ്ഞ എന്ത് ഗുണമില്ല, നഷ്ടമാണ്. മൂന്നത്തെ നിനക്ക് 13 ലക്ഷം കിട്ടണ. നിങ്ങൾ യൂനിസിനെ പോലെ അമ്പരിപ്പാക്കാൻ കഴിയ, യൂനിസിനെ പോലെ അർജന്റാക്കാൻ കഴിയ, നിങ്ങൾക്കുള്ളതും പോകും. യൂനിസ് നബി നല്ല ആള്, യൂനിസ് നബി നിങ്ങൾ വിചാരിച്ച പോലെ ചെറിയ ആളൊന്നുമല്ല. മഹാനെല്ലോണം അമ്പരിപ്പാക്കിയപ്പോ മഹാനരെ മക്കൾ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു, എന്തിനേറെ മഹാനരെ കടലിലേക്ക് എറിയപ്പെട്ടു. അതിന്റെ കാരണം ഗഡിപിടിയാക്കിയതാണ്, അമ്പരിപ്പാക്കിയതാണ്. അപ്പൊ നിങ്ങൾ നല്ലോണം ഇതിൽ സാവധാനത്തിൽ കേൾക്കണോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എണിച്ചിട്ട് പോയെങ്കിലും പോയില്ലെങ്കിലും സംഗതി ഇങ്ങനെ നിങ്ങളെ സുഖിപ്പിക്കാനും നിങ്ങളെ ജാക്കി വെച്ചിട്ട് പൊന്തിക്കാനൊന്നും ഞാൻ വന്നിട്ട് ആ നിയത്തിൽ ആരും ഇരിക്കുകയും വേണ്ട. ഏതായാലും അള്ളാഹു ഞങ്ങൾക്ക് ഈ മജ്ലിസ് കൊണ്ട് ഉപകാരപ്പെടുത്തട്ടെ. ഞാനിത് അഹങ്കാരം പറയുന്നതല്ല, ഞാനിത് വലിയ ആളായിട്ട് പറയുന്നതല്ല. സത്യം പറഞ്ഞ ഇതിനൊരു അതബുണ്ട്. നിങ്ങൾ വയല അരമണിക്കൂർ കേട്ടോങ്ങ് മോശമില്ല, 1.5 മണിക്കൂറിന്റെ അതബ് വേണം. നിങ്ങൾക്ക് 1.5 മണിക്കൂറിന്റെ അതബ് വേണോ? അതബാണ് മുന്നേ, അമല് പിന്നെ. കാതല്ലതബോ അയ്യകൂന സുലുസൈ ദീനി. അതബെന്നതാണ് ദീന്. അതബില്ലെങ്കിൽ അമലില്ല, അതബില്ലെങ്കിൽ ഈമാനില്ല, അതബില്ലെങ്കിൽ ഇസ്ലാമില്ല. തഅല്ലമൽ അദബ ഖബലൽ ഇൽമി. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തുൽ കിറാമിന്, മഹാന്മാരായ സഹാബികൾക്ക് 5 നേരം നിസ്കാരവും റമളാനിന്റെ നോമ്പും ഓത്തും ബൈത്തും സ്വർഗവും നരകവും ഈമാനും ഇസ്ലാമും എല്ലാം പഠിപ്പിക്കുന്നതിന് മുന്നേ അല്ലാഹു അവർക്ക് പഠിപ്പിച്ചത് എന്തറിയോ? തഅല്ലമൽ അദബ. അദബാണ് ആദ്യം പഠിപ്പിച്ചത്. ഉമ്മാന്റെ എതിർലങ്ങനെ പോണോ, ബാപ്പാന്റെ മുന്നിൽ അങ്ങനെ ഇരിക്കണോ, വയലിന്റെ ജാഗക്ക് പോയെങ്കിൽ എങ്ങനെ വേണോ, പള്ളിന്റെ ഓട പോയെങ്കിൽ എങ്ങനെ മുണ്ടണോ, വൈസന്മാരെ മുമ്പിൽ എങ്ങനെ നിൽക്കണോ, ആലിമീങ്ങളെ എങ്ങനെ ബഹുമാനിക്കണോ എന്നുള്ള അദബാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പഠിപ്പിച്ചത്. അതുകൊണ്ടാ പറഞ്ഞ അദബ് നല്ലോണം വേണം. അല്ലാഹു ഞങ്ങളെ നല്ലോണം അദബുള്ളവരിൽ പെടുത്തട്ടെ. പറഞ്ഞു വന്നത് മഹാനരായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കിടാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ നീ ഇങ്ങനാക്കുന്ന, നീ എന്തേ കുരുത്തക്കേടാക്കുന്ന, നീ എന്തേ പൊരിപ്പൊരിപ്പാക്കുന്ന, നീ എന്തേ പറഞ്ഞതനുസരിക്കാഞ്ഞ്, നീ എന്തേ ഉമ്മ പപ്പാനെ വെടിച്ചലാക്കുന്ന എന്നിങ്ങനെ ചോദിച്ച നേരം ആ കിടാവ് ആണ് മോനെ പോലെ നിന്നിട്ട് നെഞ്ചി വിരിച്ചിട്ട് ഉമർ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങള് എന്നെ പറ്റി ബാപ്പ പറഞ്ഞ കംപ്ലൈന്റ് 100-ൽ 100 കറക്റ്റാണ്, ഞാൻ പറഞ്ഞതനുസരിക്കലില്ല, എനക്ക് ചില സമയത്ത് എന്തല്ലോ അവസ്ഥയാണ്, ഇതെന്തേ എനക്കറിയുന്നില്ല. തങ്ങളെ ഞാൻ നിങ്ങളോടൊന്ന് കേക്കട്ടാ, എന്നെ പറ്റി ഇത്രയെല്ലാം കംപ്ലൈന്റ് പറഞ്ഞിട്ട് നിങ്ങളോട് എനക്ക് ഓതിയിട്ട് ഊതിയിട്ട് ഓതണോ എന്ന് പറഞ്ഞ എന്റെ ബാപ്പ, ഞാൻ നിങ്ങളോട് ഒന്ന് കേക്കട്ടെ തങ്ങളെ. എന്റെ ബാപ്പ എന്നോട് ചെയ്യേണ്ട ചില കടമകളില്ല, ഞാനങ്ങ് ബഹുമാനിക്കുന്നില്ല, ഞാനങ്ങ് ചെല്ലങ്ങ് കേൾക്കുന്നില്ല, ഞാനങ്ങ് ഭ്രാന്തം കളി കളിക്കുന്നു എന്നൊക്കെ ദൂർജല്യത്തിന് കുറ്റം പറഞ്ഞ ബാപ്പ. ചോദിക്കട്ടെ തങ്ങള്, എന്റെ ബാപ്പ ഉമ്മ എന്നോട് ചെയ്യേണ്ട ചില കടമകളില്ല, അത് എന്തെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. മുർഹത്താബ് തങ്ങൾ പറഞ്ഞു, അതുണ്ട്, പിന്നെ നീ അങ്ങോട്ട് ബഹുമാനിക്കണമെന്ന് ബാപ്പ ചെല്ലെങ്കിൽ മാത്രം മതിയല്ല, ബാപ്പ കുറച്ച് ഇങ്ങോട്ട് കുറച്ച് മാറെടുക്കണം. അതിൽ ഒന്നെന്ത് തങ്ങളെ, ഒന്ന് കെട്ടിയ ഉമ്മ, അതായത് നിന്റെ ഉമ്മ അല്ലെങ്കിൽ കെട്ടിയ പെണ്ണ് നല്ലോളാണ് ഒക്കെ ഫസ്റ്റ് ഫൗണ്ടേഷൻ നല്ലാണ്ട് നേറിനല്ല തങ്ങളെ നേറ്. എന്നാ എന്റെ ഉമ്മാര് അറിഞ്ഞ എന്റെ ഉമ്മാര് എന്റെ ഉമ്മ തിരിഞ്ഞില്ലേ? നെക്സ്റ്റ് ടൂറിസ്റ്റിനെ വിളിക്കും. ഇപ്പൊ ടൈമിലൂടെ
ഫുള്ളും അളക്കിച്ചെല്ലാൻ ടൈമില്ല. എൻ്റെ ഉമ്മ ശരിയില്ല. എൻ്റെ ഉമ്മാന്റെ ചന്തം കണ്ടിട്ട് എന്തോ കണ്ടിട്ട് എൻ്റെ പാപ്പ കെട്ടീനെ. ഞാൻ ഉമ്മാന്റെ കുറവ് ചെന്നല്ല, നിങ്ങൾ പോയിട്ട് അന്വേഷിച്ചോക്ക്. എൻ്റെ ഉമ്മാന്റെ കുറവ് ഞാൻ പറയുന്നതല്ല. പക്ഷെ എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മാനെ കെട്ടാൻ വേണ്ടി സെലക്ഷൻ നടത്താൻ വേണ്ടി മാനദണ്ഡമാക്കിയതുണ്ട്. ഒന്ന് കേട്ടോക്കി. എൻ്റെ ഉമ്മ നല്ല നിസ്കാരമുണ്ട്, നിലപാടുണ്ടോ, അതുമുണ്ട്, ഗുരുത്വമുണ്ട്, ചങ്കിയുണ്ട്, നാണമുണ്ട്, അല്ലെങ്കിൽ ചെല്ല് പോലെ കേൾക്കുന്ന പെണ്ണ്.